أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ ബഖറയുടെ 4-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമത്രേ അവർ. ഈ ആയത്തിൽ മുത്തക്കിയുടെ അടയാളമായി പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളിൽ ഒരടയാളമായ ഇഖാമത്തുസ് സലാത്ത് എന്നതിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ദർസിൽ നാം ചർച്ച ചെയ്തത്. ഇഖാമത്തുസ് സലാത്ത് എന്നതിൻ്റെ 2 അർത്ഥങ്ങളും അതിൻ്റെ വിശദീകരണവും കഴിഞ്ഞ ദർസിൽ പറയുകയുണ്ടായി. ഇതിൻ്റെ 3-ാമത്തെ അർത്ഥം നമസ്കാരത്തെ എണീപ്പിച്ചു നിർത്തുക എന്നതാണ്. ഈ അർത്ഥപ്രകാരം യുഖീമൂന സ്വലാത്ത എന്നത് അർത്ഥമാക്കുന്നത് മുത്തക്കി എന്ന് പറയുന്നത് അവർ നമസ്കാരത്തെ വീഴാൻ അനുവദിക്കുന്നില്ല, മറിച്ച് അത് സ്ഥിരതയോടെ അനുയോജ്യമായ രീതിയിൽ ശ്രദ്ധാപൂർവം നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കുന്നു എന്നാണ്. ഇവിടെ നമസ്കാരത്തിനിടയിൽ മനുഷ്യൻ നേരിടുന്ന ചില ആഭ്യന്തരവും ബാഹ്യവുമായ ചില ബുദ്ധിമുട്ടുകളിലേക്കും സൂചന നൽകുന്നു. ഒരു തുടക്കക്കാരനും ചില ഘട്ടങ്ങളിൽ ദൈവാനുഭവം നേടിയ ആൾക്കും ഈ വെല്ലുവിളികൾ നേരിടേണ്ടി വരാം. അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ആകുലതകളും പുറത്തുനിന്നുള്ള ശബ്ദങ്ങളും അവൻ്റെ ശ്രദ്ധയെ നമസ്കാരത്തിൽ നിന്ന് തിരിച്ചുവിടുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. അവൻ്റെ മനസ്സ് വിവിധ ദിശകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവൻ്റെ മനസ്സിൽ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്ത പിറപ്പിക്കുന്നു. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ശബ്ദം, ചുറ്റുപാടിൽ ഉള്ളവരുടെ ചലനങ്ങൾ, ശബ്ദം, സുഖകരമായതോ അസുഖകരമായതോ ആയ മണം, നിൽക്കുന്ന സ്ഥലത്തിൻ്റെ കഠിനത അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ്, ഇവയൊക്കെ തന്നെ മനസ്സിൻ്റെ ഏകാഗ്രതയെ ബാധിക്കുന്നു. ഈ പ്രശ്നങ്ങളാണ് ഒരു നമാസി നേരിടുന്നത്. തൻ്റെ ചിന്തകൾ കർശനമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ആശയക്കുഴപ്പത്തിൽ അകപ്പെടും. ചിലപ്പോൾ നമസ്കാരത്തിലെ ഉള്ളടക്കം പോലും മറന്നുപോകുന്നു. ഈ ഒരു അവസ്ഥയെക്കുറിച്ച് യുഖീമൂന സ്വലാത്ത എന്നതിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഇങ്ങനെയുള്ള നമസ്കാരികൾക്ക് ആശ്വാസം നൽകുന്നു. പറയുന്നവർ ആശങ്കപ്പെടേണ്ടതില്ല, കാരണം അള്ളാഹു എല്ലാ നിലയിലുമുള്ള മനുഷ്യർക്കും പുരോഗതിയുടെ വഴി തുറന്നു വച്ചിരിക്കുന്നു. ഒരാൾക്ക് തൻ്റെ നമസ്കാരത്തിൽ ഈ വിധമായ സംശയവും ആശയക്കുഴപ്പവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവൻ നിരാശനാകേണ്ടതില്ല. തൻ്റെ നമസ്കാരം വ്യർത്ഥമാണെന്നും കരുതേണ്ടതുമില്ല. അള്ളാഹു അവൻ്റെ കഴിവിന് എത്രമാത്രം കഴിയുന്നുവോ അത്രയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരികൾ അവരുടെ ചിന്തകൾ അലഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവർ അവ ശ്രദ്ധാപൂർവം വൃത്തിയാക്കി നമസ്കാരത്തിലേർപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവൻ ഓരോ തവണയും നമസ്കാരത്തെ വീണ്ടും ഉയർത്തി നിർത്തുകയാണെങ്കിൽ, അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു അവരുടെ നമസ്കാരത്തെ വ്യർത്ഥമാക്കുകയില്ല, മറിച്ച് അതിനെ അംഗീകരിക്കുകയും ചെയ്യും. ഈ വിധം നമസ്കാരത്തെ ശ്രമിക്കുന്നവരെ അള്ളാഹു മുത്തഖീൻ എന്ന കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തും. ഇനി ഇഖാമത്തുസ് സലാത്ത് എന്നതിൻ്റെ 4-ാമത്തെ അർത്ഥം. ഇതിൻ്റെ 4-ാമത്തേതായ അർത്ഥം മറ്റുള്ളവരെ നമസ്കാരത്തിലേക്ക് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മുത്തക്കി മറ്റുള്ളവരെയും നമസ്കാരം തുടരാൻ ഉത്സാഹിപ്പിക്കുന്നു എന്നതാണ്. ഒരു കാര്യം നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം അതിന് പ്രചരണമുണ്ടാക്കുക എന്നതാണ്. അതിനാൽ യുഖീമൂന സ്വലാത്ത എന്നതിൻ്റെ കീഴിൽ അവർ ഉൾപ്പെടും. ആരെങ്കിലും നമസ്കാരത്തിൽ സ്വയം ഏർപ്പെടുന്നതോടൊപ്പം മറ്റുള്ളവരെയും അത് ചെയ്യാൻ ഉത്സാഹിപ്പിക്കുകയാണെങ്കിലും, അവരെ അലംഭാവത്തിൽ ഇരിക്കുന്നവരെ ഉത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവരും ഈ ഇഖാമത്തുസ് സലാത്ത് എന്ന കാറ്റഗറിയിൽ വരും. ഉദാഹരണത്തിന് റമദാനിൽ തഹജ്ജുദ് നമസ്കാരത്തിനായി മറ്റുള്ളവരെ ഉണർത്തുന്നവർ, ഇവരും ഈ യുഖീമൂന സ്വലാത്ത എന്ന പ്രവൃത്തിയുടെ ഉള്ളിൽ വരുന്നവരാണ്. ഇനി ഇതിൻ്റെ 5-ാമത്തെ അർത്ഥമാണ്. ഇഖാമത്തുസ് സലാത്ത് എന്നതിൻ്റെ 5-ാമത്തെ അർത്ഥം നമസ്കാരം ബാജമാത്തായിട്ട് അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇമാമിനോടൊപ്പം നമസ്കാരം ആരംഭിക്കുന്നതിന് തികച്ചും അടുത്ത സമയത്ത് ഒരു പ്രത്യേക വിളിച്ചു പറയൽ നടക്കുന്നു. അതിൽ ബാങ്കിൻ്റെ വാക്കുകൾ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. എന്നാൽ അതിൽ ചെറിയ ഒരു വർധനയോടെയാണ് പറയപ്പെടുന്നത്. ഈ പ്രത്യേക വിളിച്ചു പറയലിനെയാണ് ഇഖാമത്ത് എന്ന് വിളിക്കുന്നത്. അതിനർത്ഥം ബാജമാത്തായിട്ടുള്ള നമസ്കാരം തുടങ്ങാൻ പോകുന്നു എന്നതാണ്.
ഈ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇഖാമത്തു സ്വലാത്ത് എന്നതിനെ ബാജമാത്തായിട്ട് നമസ്കാരം അനുഷ്ഠിക്കുക എന്നുള്ളത് പറയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ യുഖീമൂന സ്വലാത്ത പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് മുത്തഖീങ്ങൾ അവർ ജമാഅത്തായി നമസ്കാരം അനുഷ്ഠിക്കുന്നു എന്നും അതുപോലെ തന്നെ മറ്റു വിശ്വാസികളെ അതിലേക്ക് ക്ഷണിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.